അസംബ്ലി ഇലക്ഷൻ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്ന ഡൽഹിയിലെ വോട്ടർമാർ ഫെബ്രുവരി 5, 2025 അവരുടെ വിധിയെഴുതാൻ പോവുകയാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ യോജിച്ച് മത്സരിച്ച ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഇത്തവണ യോജിച്ച് മത്സരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ രണ്ട് പാർട്ടികളും തമ്മിൽ പൊരിഞ്ഞ രാഷ്ട്രീയ പ്രചരണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 1998 ശേഷം ഒരിക്കലും ഡൽഹിയിൽ അധികാരത്തിൽ വരാൻ സാധിക്കാതിരുന്ന BJPക്ക് ഈ അസംബ്ലി തിരഞ്ഞെടുപ്പ് നിർണായകമാണ്. അതുകൊണ്ട് തന്നെയാണ് BJP നരേന്ദ്രമോദിയെ അടക്കം അവരുടെ ഒരു വലിയ താര പ്രചാരകരെയാണ് ഈ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ അവരുടെ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി നിയോഗിച്ചിട്ടുള്ളത്. 550 കോടിയോളം രൂപ ഡൽഹി ട്രഷറിക്ക് നഷ്ടം വരുത്തിവെച്ച ലിക്കർ അഴിമതിയിലെ മുഖ്യ ആരോപിതരായ അരവിന്ദ് കെജ്രിവാളും അതുപോലെ മനീഷ് സിസോദിയും ആണ് BJPക്ക് വേണ്ടി അവരുടെ ഇലക്ഷൻ പ്രചരണം നയിക്കുന്നത്. ഡൽഹിയിൽ അനധികൃതമായി ലിക്കർ ലൈസൻസ് നൽകാൻ വേണ്ടി 100 കോടി കൈക്കൂലി വാങ്ങി എന്ന കുറ്റമാണ് കെജ്രിവാളിൻ്റെയും മനീഷ് സിസോഡിയയുടെയും പേരിൽ ചുമത്തപ്പെട്ടത്. ഈ കറപ്ഷൻ ചാർജിൻ്റെ പേരിൽ ഏകദേശം 6 മാസക്കാലത്തോളം കെജ്രിവാൾ ജയിലിൽ കഴിയേണ്ടതായി വന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയേണ്ടതായും വന്നു. അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി ഗവൺമെൻറ്റിൽ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററായിരുന്ന മനീഷ് സിസോഡിയ ഇതേ ലിക്കർ സ്കാമിൻ്റെ പേരിൽ 17 മാസക്കാലത്തോളം ജയിലിൽ കഴിയേണ്ടതായി വന്നിരുന്നു. അങ്ങനെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാരായ കെജ്രിവാളും മനീഷ് സിസോദിയയും ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി ഇലക്ഷൻ പ്രചരണം നയിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമാണ് ഇലക്ഷൻ പ്രചരണം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ പ്രചരണം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ആം ആദ്മി പാർട്ടിയിൽ കോൺഫിഡൻസ് നഷ്ടപ്പെട്ട അവരുടെ പല നേതാക്കന്മാരും ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. 1998 മുതൽ 2013 വരെ ഡൽഹിയിൽ കോൺഗ്രസ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയായിരുന്ന ഷീല ദീക്ഷിത് അധികാരത്തിൽ നിന്നും പോയതിനു ശേഷം കോൺഗ്രസ് പാർട്ടിക്ക് ഇതുവരെ ഡൽഹിയിൽ അധികാരത്തിൽ തിരിച്ചു വരുവാൻ സാധിച്ചിട്ടില്ല. ഷീല ദീക്ഷിത് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന 15 വർഷക്കാലമായിരുന്നു ഇന്ത്യയുടെ തലസ്ഥാന നഗരമായ ഡൽഹി ഏറ്റവും കൂടുതൽ വികസിച്ചത്. ഷീല ദീക്ഷിത് ഗവൺമെൻറ്റിനെതിരെ കള്ളപ്രചരണങ്ങൾ നടത്തിയ കെജ്രിവാൾ അതിൽ പരിപൂർണമായി വിജയിച്ച് അധികാരത്തിൽ വന്നതിന് ശേഷം കോൺഗ്രസ് പാർട്ടിയുടെ അടിത്തറ തന്നെ ഡൽഹിയിൽ നഷ്ടപ്പെടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന അസംബ്ലി ഇലക്ഷൻ കോൺഗ്രസ് പാർട്ടിക്ക് പ്രസ്റ്റീജ് മത്സരമാണെന്ന് മാത്രമല്ല, ഡൽഹിയിൽ കോൺഗ്രസ് പാർട്ടിയെ അധികാരത്തിൽ തിരികെ കൊണ്ടുവരുവാനുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായിട്ടാണ് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല, അതിൽ അവർ വിജയിക്കുക തന്നെ ചെയ്യും എന്നാണ് പല രാഷ്ട്രീയ പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.